അടുത്ത ഗാന്ധിജീസ് ഐഡിയാസ് ഓൺ സ്റ്റേറ്റ് ആണ്. Earlier we had completed Gandhian theories or Gandhi's doctrine of Satyagraha and techniques of Satyagraha. Today we are going to study about Gandhiji's ideas on state. The first one is state as a soulless machine. Gandhiji described state as a soulless machine. ഒരു മെഷീനായിട്ടാണ് ഗാന്ധിജി എന്തിനെ കണക്കാക്കിയിരുന്നത്? സ്റ്റേറ്റിനെ. എന്ത് മെഷീനാണ്? സോൾലെസ് മെഷീൻ. സോൾ എന്താണ്? സോൾലെസ് മെഷീൻ എന്ന് പറയുമ്പോൾ സോൾലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത ഒരു മെഷീനായിട്ടാണ് ഗാന്ധിജി ആരെ കണക്കാക്കിയിരുന്നത്? സ്റ്റേറ്റിനെ കണക്കാക്കിയിരുന്നത്. ഹി കൺസിഡർ സ്റ്റേറ്റ് ആസ് എ soulless machine. The state represents violence in a concentrated and organized form. State is an embodiment of violence as per the viewpoint of Gandhiji. ഗാന്ധിജിയുടെ വ്യൂ പോയിൻറ്റിൽ സ്റ്റേറ്റ് എങ്ങനെയാണ്? സ്റ്റേറ്റ് എന്താണ്? വയലൻസ് ഉള്ള, അതായത് നോൺ വയലൻസ് ഒന്നുമല്ല, വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരാണ്. അതാണ് അക്കോർഡിംഗ് ടു ഗാന്ധിജി സ്റ്റേറ്റ് ഇസ് ആൻ എംബോഡിമെൻറ്റ് ഓഫ് വയലൻസ്. And the difference between individual and the state is individual has a soul but the state is a soulless machine. ഇൻഡിവിജ്വലിന് ആത്മാവുണ്ട്, സ്റ്റേറ്റിന് ആത്മാവ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലും സ്റ്റേറ്റും വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്നാണ് ഗാന്ധിജി പറയുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ തിയറിക്ക് സപ്പോർട്ടിനായിട്ട് ഗാന്ധിജി ഹിസ്റ്റോറിക്കൽ, മോറൽ, ഫിലോസഫിക്കൽ ബേസിലാണ് പറയുന്നത്. ഈ ആർഗ്യൂഡ് ദാറ്റ് there was no illustration in history when the state had supported the case of the poor. ചരിത്രത്തിൽ ഒരിടത്തുമില്ല സ്റ്റേറ്റ് പാവങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള അവസ്ഥ. ആൻഡ് അക്കോർഡിംഗ് ടു ഗാന്ധിജി സ്റ്റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഓർഡേഴ്സ് ആർ എൻഫോഴ്സ്ഡ് വിത്ത് കോർസീവ് പവർ ആൻഡ് ഇറ്റ് ഹാസ് നോ മോറൽ ബേസിസ്. സ്റ്റേറ്റ് എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ഉണ്ട്, കോസീവ്നെസ് ഉണ്ട്, എന്താണ്? നിർബന്ധം പിടിക്കും അല്ലേ? കോസീവ് ഉണ്ട്, കമ്പൽഷൻ. കോസീവ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ഈസ് കമ്പല്ലിങ് ദ ഇൻഡിവിജ്വൽ. ഫോഴ്സ് ഉണ്ട്, കോസീവ്നെസ് ഉണ്ട്, നോ മൊറാലിറ്റി, ധാർമ്മികത, നല്ലതെന്ത് ചീത്തയെന്ത് എന്നുള്ള കാര്യം സ്റ്റേറ്റിന് അറിയില്ല. നോ മൊറാലിറ്റി. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഒപ്പീനിയനിൽ സ്റ്റേറ്റ്. ഗാന്ധിജി കൺസിഡർ ദ സ്റ്റേറ്റ് is based on force and its orders are enforced with coercive power. It has no moral basis. അടുത്ത ഒരു ഡീമെറിറ്റായിട്ട് സ്റ്റേറ്റിൻ്റെ ഗാന്ധിജി പറയുന്നത് the state curbs the individuality of men and it creates hindrances in the way of economic progress. സ്റ്റേറ്റ് എന്താണ് കർബ് ചെയ്യുന്നത്? ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് കളയുകയേ ഉള്ളൂ സ്റ്റേറ്റ്. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിരുന്നു? ലിബറാലിസത്തിൻ്റെ ചെറിയ ഒരു ഐഡിയ ഇവിടെ കാണാം. ലിബറാലിസം പറയുന്നില്ലേ സ്റ്റേറ്റ് ഈസ് എ നെസസറി ഈവിൾ എന്ന്? അതേ ആ ഒരു എലമെൻറ്റ് ഇവിടെ കാണാം. പിന്നെ സ്റ്റേറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണ്? മാർക്സിയൻ ഐഡിയോളജിയിലും അത് ഉണ്ടായിരുന്നു. So, the state curbs the individuality of men and it creates hindrances in the way of economic progress. However, Gandhiji did not favor a complete abolition of the state. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ് നശിപ്പിക്കണം എന്നൊരു ചിന്ത ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നില്ല. ഹി അക്സെപ്റ്റഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ആസ് ആൻ ഏജൻസി ഫോർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഗാന്ധിജി സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, ഹി അക്സെപ്റ്റഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ആസ് ആൻ ഏജൻസി ഫോർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു ദ പീപ്പിൾ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് ആസ് എ മീൻസ് ആൻഡ് നോട്ട് ആൻഡ് എൻ. ഗാന്ധിജി സ്റ്റേറ്റിനെ പറ്റി കൂടുതൽ പറയുകയാണ്. നമ്മൾ ഗാന്ധിജീസ് ഐഡിയ ഓൺ സ്റ്റേറ്റ് ആണ് പഠിക്കുന്നത്. പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഗാന്ധിജീസ് ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഐഡിയൽ സ്റ്റേറ്റ്, രാജ്യ, ഇതെല്ലാം ചോദിച്ചാൽ ഈ കാര്യങ്ങൾ ഗാന്ധിജിയുടെ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഗാന്ധിജി എന്തുകൊണ്ട് സ്റ്റേറ്റിനെ ഒപ്പോസ് ചെയ്തു എന്ന് ചോദിച്ചാലും എഴുതണം. ആൻഡ് സ്റ്റേറ്റ് ആസ് എ മീൻസ് നോട്ട് ആൻഡ് എൻ. ഗാന്ധിജി കൺസിഡർ സ്റ്റേറ്റ് ആസ് എ മീൻസ് ആൻഡ് നോട്ട് ആൻഡ് ഗാന്ധിജി എപ്പോഴും സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു
മീൻസ് ആയിട്ടാണ് ഗാന്ധിജി സ്റ്റേറ്റിനെ ഒരു മീൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഒരു വഴിയായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു. ദ സ്റ്റേറ്റ് ഇസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് ബട്ട് എ മീൻസ് ഓഫ് ഇനേബിളിംഗ് പീപ്പിൾ ടു ബെറ്റർ ദർ കണ്ടീഷൻസ്. സ്റ്റേറ്റിലൂടെ സിറ്റിസൺസിന് അല്ലെങ്കിൽ പീപ്പിളിന് കൂടുതൽ മെച്ചപ്പെട്ട ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഉദ്ദേശം. ഗാന്ധിജി വാണ്ടഡ് സ്റ്റേറ്റ് ടു ബി എ സർവീസ് സ്റ്റേറ്റ്. അതുകൊണ്ട് എങ്ങനെയുള്ള സ്റ്റേറ്റാണ് വേണ്ടത്? ഒരു സർവീസ് സ്റ്റേറ്റാണ് വേണ്ടത്. ഫർദർ ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഇൻഫാലിബിൾ ആൻഡ് ഒംനി പോട്ടൻറ്റ്. സ്റ്റേറ്റിനെ നമ്മൾ എതിർക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് എല്ലാത്തിനും ഉപരിയാണ്. ഇത്തരം കോൺസെപ്റ്റുകളിലൊന്നും ഗാന്ധിജി വിശ്വസിച്ചിരുന്നില്ല. അതാണ് പറഞ്ഞത്, ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഇൻഫാലിബിൾ ആൻഡ് ഓംനി പോട്ടൻറ്റ്. പീപ്പിൾ ക്യാൻ ഒപ്പോസ് ദ അൺജസ്റ്റ് ലോസ് ആൻഡ് പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ്. ജനങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ നീതിപൂർവമല്ലാത്ത നടപടികളെയും നിയമങ്ങളെയും എല്ലാം ഒരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ആസ് എ മീൻസ് ആൻഡ് നോട്ട് ആൻ എൻഡിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റേറ്റ് ഈസ് കൺസിഡർ ഒൺലി ആസ് എ മീൻസ്. ഇറ്റ് ഷുഡ് ബി എ സർവീസ് സ്റ്റേറ്റ്. ഇറ്റ്സ് എയിം വാസ് ടു മേക്ക് ലൈഫ് ബെറ്റർ ഫോർ ദ ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻഫാലിബിൾ ആൻഡ് ഓംനിപോട്ടൻറ്റ്. ഇൻഫാലിബിൾ ആയിരിക്കരുത്, ഓംനിപോട്ടൻറ്റ് ആകരുത്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നൊരു ധാരണ വേണ്ട. പീപ്പിൾ ക്യാൻ ഒപ്പോസ് ദ അൺജസ്റ്റ് ലോസ് ആൻഡ് പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ്. ജനങ്ങൾക്ക് പീപ്പിളിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റേറ്റിൻ്റെ നടപടികളെയും നിയമങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. മൂന്നാമത്തത് സപ്പോർട്ട് ഫോർ എ ലിമിറ്റഡ് ഫങ്ഷനിങ് ഓഫ് സ്റ്റേറ്റ്. മൂന്നാമത്തെ? ലിമിറ്റഡ് സ്റ്റേറ്റാണ് ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്. Like individuals or liberals, Gandhiji regarded state as a necessary evil, and so he wished to assign it minimum functions madi. He believed that government is the best which governs the least. കുറച്ച് പേരെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ല ഗവൺമെൻറ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ഗവൺമെൻറ് ഇസ് ദ ബെസ്റ്റ് വിച്ച് ഗവേൺസ് ദ ലീസ്റ്റ്. അങ്ങനെയുള്ള ഗവൺമെൻറ് എവിടെ ഉള്ളൂ? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ് ആയേ പറ്റത്തുള്ളൂ. അതാണ് ഗാന്ധിജി വില്ലേജ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹി സപ്പോർട്ടഡ് ഓർ ഹി ബിലീവ്ഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഇസ് ദ ബെസ്റ്റ് വിച്ച് കൺട്രോൾസ് ദ ലീസ്റ്റ്. കുറച്ച് പേരെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും ബെസ്റ്റ് ഗവൺമെൻറ് എന്നാണ് ഗാന്ധിജി ബിലീവ് ചെയ്തിരുന്നത്. And so he proposed self-government, which means greater freedom from the control of the state. സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ഇല്ലാതെ സ്വയം ഒരു വില്ലേജിൽ റൂൾ ചെയ്യുന്നതിനെയാണ് സെൽഫ് ഗവൺമെൻറ് എന്ന് ഗാന്ധിജി ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ഐഡിയൽ സൊസൈറ്റി ഓർ രാം രാജ്യ. ഗാന്ധിജി എങ്ങനെയുള്ള സ്റ്റേറ്റാണ് പ്രപ്പോസ് ചെയ്തിരുന്നത്? ആൻഡ് ഐഡിയൽ സൊസൈറ്റി, അല്ലെങ്കിൽ ആ ഐഡിയൽ സൊസൈറ്റിക്ക് അദ്ദേഹം കൊടുത്തിരുന്ന ഒരു പേര് മാത്രമാണ് രാമരാജ്യം. ഗാന്ധിജീസ് ഐഡിയൽ സ്റ്റേറ്റ് വാസ് എ നോൺ വയലൻറ്റ് സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻഡ് അനാർക്കി വെയർ സോഷ്യൽ ലൈഫ് വുഡ് റിമെയിൻ സെൽഫ് റെഗുലേറ്റഡ്. ഒരു എൻലൈറ്റൻഡ് അനാർക്കിക്കൽ ഫേസ് എന്നാണ് ഗാന്ധിജി അതിനെ കണക്കാക്കിയിരുന്നത്. ഇറ്റ്സ് എ നോൺ വയലൻറ്റ് സ്റ്റേറ്റ്. ഒരു നോൺ വയലൻറ്റ് സ്റ്റേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അക്രമം പാടില്ല, സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇനി ആ രാമരാജ്യയിൽ എങ്ങനെയായിരിക്കണം ഒരു രാജ്യമുണ്ടാകേണ്ടത്? ഇൻ ദാറ്റ് സ്റ്റേറ്റ് ദർ ഇസ് നോ റൂളർ, നോ സബ്ജക്റ്റ്, നോ ഗവൺമെൻറ് ഓർ നോ ഗവേൺഡ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടാകാൻ പാടില്ല. നോ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പ്രജ വേണ്ട, ഗവൺമെൻറ് വേണ്ട, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും വേണ്ട, രാജാവ് വേണ്ട, പ്രജ വേണ്ട. അതൊരു പെർഫെക്റ്റ് സ്റ്റേറ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്റ്റേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എൻലൈറ്റൻഡ് പേഴ്സൺസ്, സെൽഫ് റെഗുലേറ്റഡ് ആൻഡ് സെൽഫ് കൺട്രോൾഡ്, ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് സെൽഫ് റെഗുലേറ്റഡായി സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സൊസൈറ്റിയെ ആണ് ഗാന്ധിജി രാമരാജ്യം അല്ലെങ്കിൽ ഐഡിയൽ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It was to be a federation of self-contained and self-regulated village communities.
ഇറ്റ് വാസ് ടു വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് പീപ്പിൾസ് വോളണ്ടറി ആൻഡ് പീസ്ഫുൾ കോപ്പറേഷൻ. ജനങ്ങൾ സ്വമേധയാ സഹകരിച്ച് മാത്രമേ ഒരു ഐഡിയൽ സൊസൈറ്റി ഉണ്ടാവത്തുള്ളൂ. ആ ഐഡിയൽ സൊസൈറ്റിയിൽ ജനങ്ങൾ വോളണ്ടറി ആയിട്ടും പീസ്ഫുള്ളായിട്ടും വർക്ക് ചെയ്യണം. ആൻഡ് എവറി വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സ്മോൾ റിപ്പബ്ലിക്. എല്ലാ വില്ലേജുകളും ഒരു ചെറിയ റിപ്പബ്ലിക്കുകളായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റായി പ്രവർത്തിക്കണം പൂർണ്ണമായ അധികാരത്തോടെ. എവറി വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സ്മോൾ റിപ്പബ്ലിക് ഹാവിംഗ് എ പഞ്ചായത്ത് വിത്ത് ഫുൾ പവേഴ്സ്. Every village republic was to have the right to manage all its affairs. It was also to protect itself from foreign aggression through its own means. Foreign aggression control ചെയ്യണം. എന്താണ് ഒരു സ്റ്റേറ്റിൻ്റെ പ്രധാന ജോലിയാണല്ലോ മറ്റൊരു രാജ്യം ആക്രമിക്കാൻ വരാതെ നോക്കണം. പിന്നെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇതാര് ചെയ്യണമെന്നാണ് ഗാന്ധിജി പറയുന്നത്? എല്ലാ വില്ലേജും ചെയ്യണം എന്നുള്ളതാണ്. സോ വില്ലേജുകളുടെ അതിർത്തി സംരക്ഷിക്കണം, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും വേണം. അതാണ് ഇൻ എ വില്ലേജ് റിപ്പബ്ലിക് എവറി പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു മാനേജ് ഓൾ ഇറ്റ്സ് അഫയേഴ്സ് ആൻഡ് ദേ ഹാവ് ടു ബി പ്രൊട്ടക്ട് ഫ്രം ഫോറിൻ അഗ്രഷൻ. ആൻഡ് സച്ച് എ സൊസൈറ്റി വാസ് ടു ബി ഹൈലി സിവിലൈസ്ഡ്. വളരെ അധികം സിവിലൈസ്ഡ് ആയ ഒരു ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. എവ്രി വൺ ഹാവ് ടു വർക്ക് ആൻഡ് എവ്രി വൺ ഹാവ് ടു ട്രസ്റ്റ് ഈച്ച് അതർ. എല്ലാവർക്കും പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം. എല്ലാവരും ജോലി ചെയ്യണം. അവിടെ ഈക്വൽ ലേബർ ആയിരിക്കണം. എല്ലാവരുടെയും ജോലി തുല്യമായി കണക്കാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഐഡിയൽ സൊസൈറ്റി എന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് രാം രാജ്യ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. അതിൻ്റെ ബേസ് ട്രൂത്തും നോൺ വയലൻസും ആയിരിക്കണം. ഇൻ ദാറ്റ് രാം രാജ്യ വി ക്യാൻ ഫൈൻഡ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഇറ്റ് മീൻസ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് were to be the basis of Ram Rajya. And in that particular Ram Rajya, people were to lead a happy and a peaceful life on the basis of moral and spiritual values. ആ രാമരാജ്യത്തിൽ എങ്ങനെയാണ് പീപ്പിൾ? they were to lead a happy and peaceful life on the basis of moral and spiritual values. മോറൽ വാല്യൂസും സ്പിരിച്വൽ വാല്യൂസും കൊണ്ട് എല്ലാം ഫോളോ ചെയ്ത് ജനങ്ങൾ സന്തോഷമായി ആ ഐഡിയൽ സൊസൈറ്റിയിൽ ജീവിക്കണം. ട്രൂത്തും നോൺ വയലൻസുമായിരിക്കണം ആ ഐഡിയൽ സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഗാന്ധിജീസ് ഐഡിയൽ സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം എന്തെഴുതണം? ട്രൂത്ത് ഒരു ക്യാരക്ടറാണ്. നോൺ വയലൻ്റ് ആയിരിക്കണം. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? ട്രൂത്ത് എഴുതണം, നോൺ വയലൻ്റ് സ്റ്റേറ്റ് ആയിരിക്കണം. പിന്നെ എന്ത് ക്യാരക്ടറുണ്ട് അതിന്? ഇറ്റ് മസ്റ്റ് ബി എ വില്ലേജ് റിപ്പബ്ലിക് ആയിരിക്കണം. പിന്നെ എൻലൈറ്റൻഡ് സിറ്റിസൺസ് ഉണ്ടായിരിക്കണം, അല്ലേ? എൻലൈറ്റൻഡ് സിറ്റിസൺസ് ആയിരിക്കണം, വോളണ്ടറി സിറ്റിസൺസ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരു ജനത അവിടെ വേണം. ഈക്വൽ ലേബർ ആയിരിക്കണം. എല്ലാവരുടെയും ജോലി തുല്യമായിരിക്കണം. ഈക്വൽ ലേബർ. ഓക്കെ, ഇനി അതാണ് ഗാന്ധിജിയുടെ ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ രാംരാജ്യ. ഗാന്ധിജിയുടെ സ്റ്റേറ്റിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഡെമോക്രസി ആൻഡ് പഞ്ചായത്ത്. ഗാന്ധിജിക്ക് അറിയാം ഈ രാമരാജ്യ ഉടനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു മൈനർ ഫോമായ ഡെമോക്രസി, പഞ്ചായത്ത്, ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ് ഗാന്ധിജി എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത്. ഗാന്ധിജി സപ്പോർട്ടഡ് എ വില്ലേജ് പഞ്ചായത്ത് സിസ്റ്റം. The members of the panchayat were to be directly elected by the people. And the right to vote was to be given only to those persons who were performing one or the other type of physical labor. വോട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ? കൃത്യമായി എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ജോലി ചെയ്യണം. അങ്ങനെ കൃത്യമായി, അതായത് പണിയെടുക്കുന്ന ആൾക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി? റൈറ്റ് ടു വോട്ട് കൊടുത്താൽ മതി. അപ്പം ഗാന്ധിജിയുടെ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഓർ ദ വില്ലേജ് പഞ്ചായത്ത് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. It has to be directly elected by the people, and the right to vote was given to be only those persons who are performing one or other type of physical labor. പിന്നെ എന്താണ്? പഞ്ചായത്തിന് സഫീഷ്യൻറ്റ് പവർ കൊടുത്തിരിക്കണം. പഞ്ചായത്തിൻ്റെ മുകളിൽ ഒരു ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഉണ്ടായിരിക്കണം. ആ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ they were to be elected indirectly by വില്ലേജ് പഞ്ചായത്ത്. ആ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ നോക്കണം.
ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ മുകളിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഉണ്ട്. ആ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിലെ മെമ്പേഴ്സാണ്. ആ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ പാർലമെൻറ് ഉണ്ട്. അതിനെ എലക്ട് ചെയ്യേണ്ടത് ഈ പ്രൊവിൻഷ്യൽ അസംബ്ലീസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദ ഹോൾ കൺട്രി വാസ് ടു ബി റൂൾഡ് ബൈ പഞ്ചായത്ത് ഓഫ് ദ പീപ്പിൾ. പഞ്ചായത്തുകൾ, വില്ലേജ് പഞ്ചായത്തുകളായിരിക്കണം മൊത്തത്തിൽ ഓരോരോ രാജ്യവും ഭരിക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം തൻ്റെ ഡെമോക്രസി പറഞ്ഞത്? ആദ്യം എന്ത് പഞ്ചായത്താണ്? വില്ലേജ് പഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്തിലെ മെമ്പേഴ്സിനെ ആരാണ്? പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്നു. അവിടെ നിന്നും ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ഉണ്ടാകുന്നു. അത് വില്ലേജ് പഞ്ചായത്ത് അസംബ്ലി എലക്ട് ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ അസംബ്ലി എലക്ട് ചെയ്യുന്നു. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ അസംബ്ലി എലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. വില്ലേജിൽ നിന്നും ഡിസ്ട്രിക്റ്റ്, ഡിസ്ട്രിക്റ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ പഞ്ചായത്ത്, പ്രൊവിൻഷ്യൽ നിന്നും സെൻട്രൽ പഞ്ചായത്ത്, പ്രൊവിൻഷ്യൽ നിന്നും സെൻട്രൽ പഞ്ചായത്ത്, അങ്ങനെ വേണം പോകാൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റിനെയൊക്കെ നേരിട്ടാണ് എലക്ട് ചെയ്യുന്നത് അല്ലേ? നേരിട്ടല്ല, ഏറ്റവും നേരിട്ട് പഞ്ചായത്ത് എലക്ട് ചെയ്യണം. പഞ്ചായത്തിൽ നിന്നും മുകളിലേക്ക് പോകണം. അങ്ങനെ ഉള്ള ഒരു റൂൾ ഓഫ് ലോയാണ് അല്ലെങ്കിൽ ഒരു പവറാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇൻ എ ഡെമോക്രസി എവറി വില്ലേജ് ഹാസ് കൺസിഡേർഡ് ടു ബി എ റിപ്പബ്ലിക് ആസ് പെർ ദ വ്യൂ പോയിന്റ് ഓഫ് ഗാന്ധിജി. ഇറ്റ് ഹാസ് ടു ബി ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. എബോവ് ദ വില്ലേജ് പഞ്ചായത്ത് ദർ ഷുഡ് ബി ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എബോവ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ദർ ഷുഡ് ബി provincial assembly. Above provincial assembly there should be central assembly, central government, and that government is very limited in power. ആ ഗവൺമെൻറ്റിന് ലിമിറ്റഡ് പവർ മതി. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ബ്രെഡ് ലേബർ. ബ്രെഡ് ലേബർ ആണ് അടുത്ത പ്രിൻസിപ്പിൾ. ഗാന്ധിജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ബ്രെഡ് ലേബറും ഉണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഇക്കോണമിയും ഉണ്ട്. ബ്രെഡ് ലേബർ എന്ന് പറഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ ജോലി ചെയ്ത് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. എവറി മാൻ ഷുഡ് ഡു സം ഫിസിക്കൽ ലേബർ ടു ഏൺ ഹിസ് ബ്രെഡ്. Gandhiji believed in the principle that every man should do some physical labor to earn his bread. Those who feed themselves without doing physical labor are parasites on society. സമൂഹത്തിന് വേണ്ടാത്ത ആൾക്കാരാണ് ഈ ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നവർ എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരുന്നത്. അപ്പോൾ ഫിസിക്കൽ ലേബർ എന്താണ്, മെൻ്റൽ ലേബർ എന്താണ്, ഇത് ഗാന്ധിജി പറയുന്നുണ്ട്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഇവരെല്ലാം ചെയ്യുന്ന ജോലി എന്താണ്? മെൻ്റൽ ലേബറാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലി ആണ്. പക്ഷേ അവരും ഫിസിക്കൽ ലേബർ ചെയ്തിരിക്കണം, സ്വന്തം ദിവസത്തെ ചിലവുകളൊക്കെ നോക്കാനായിട്ട്. അതാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. Teachers, doctors, advocates and administrative officers and such other persons have doing some mental labor, but they also have to do some kind of physical labor to earn bread. അങ്ങനെ ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നൂല് നൂൽക്കണം, വീൽ സ്പിന്നിങ്ങിലേക്ക് മാറും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യണം. കാരണം മെൻ്റൽ ലേബർ ഫ്രീ ആയി സൊസൈറ്റിക്ക് കൊടുക്കണം, ഒരു സർവീസായിട്ട് കൊടുക്കണം. പകരം അവർ ജോലി ചെയ്ത് തങ്ങളുടെ പാടോ സ്ഥലമോ പറമ്പോ ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്ത് തങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണം. അതാണ് ബ്രെഡ് ലേബർ എന്നുകൊണ്ടുള്ള കൺസെപ്റ്റ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ബ്രെഡ് ലേബർ ചോദിക്കും. ബ്രെഡ് ലേബർ എന്ന് മാത്രം കാണുമ്പോൾ അത് മാർക്സിയൻ കോൺസെപ്റ്റ് ആയിട്ടാണ് മിക്കവരും എഴുതുന്നത്. അല്ല, അത് ഗാന്ധിയൻ കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ബ്രെഡ് ലേബർ എന്ന് പറയുന്നത്. Gandhiji believed in the principle that every man should do some physical labor to earn his bread. Those who feed themselves without doing physical labor are parasites. Teachers, doctors and advocates have to do mental labor to the society free of cost. And ideal labor is that which one grows something out of land. സ്വന്തം ലാൻഡിൽ, ഭൂമിയിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. എന്താണ് ബ്രെഡ് ലേബറിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് എൻഡോസ് മാൻ വിത്ത് ഡിഗ്നിറ്റി. എല്ലാവർക്കും മാന്യത ലഭിക്കുന്നു. പിന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ടു ഫുഡ് പ്രോബ്ലം. ഫുഡ് ക്രൈസിസുകൾ ഒന്നും ഉണ്ടാകത്തില്ല. കൺസ്യൂമർ, പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള ഈ കോൺസെപ്റ്റുകളെല്ലാം കുറയുകയും ചെയ്യും. ഫുഡ് ഗ്രെയിൻസ് കൂടും. വില്ലേജ് ബിക്കം സെൽഫ് സഫിഷ്യൻ്റ് ആക്കും അല്ലേ? ഫുഡ് ഗ്രെയിൻസ് ധാരാളം ഉണ്ടാക്കും, വില്ലേജ് സെൽഫ് സഫിഷ്യൻ്റ് ആക്കും. പിന്നെന്താണ്? വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ ഓഫ് ബ്രെഡ് ലേബറിലുള്ള
മെറിറ്റുകൾ എന്ന് പറയുന്നത്. ഇറ്റ് എൻഡോസ് മാൻ വിത്ത് ഡിഗ്നിറ്റി, എല്ലാ തൊഴിലിലും മാന്യത ഉണ്ടാവുകയും ചെയ്യും. പിന്നെന്താണ്, നാച്ചുറൽ റിസോഴ്സസ് വിൽ ബി പ്രൊട്ടക്റ്റഡ്, ഫുഡ് പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്, കൺസ്യൂമറിസം വിൽ ബി റെഡ്യൂസ്ഡ്. എന്തും മേടിച്ച് തിന്ന് വേസ്റ്റാക്കുന്ന ആ ശീലം, അതാണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത് അല്ലേ, ആ ശീലം കുറയും. പിന്നെ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. വില്ലേജ് ബിക്കം സെൽഫ് സഫീഷ്യൻറ്റ്, വില്ലേജ് എന്തായിട്ട് മാറും, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് ട്രസ്റ്റിഷിപ്പ് തിയറി ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഗാന്ധിജി പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ എതിർത്തിരുന്ന ഒരാളല്ല. മാർക്സിയൻ കോൺസെപ്റ്റിലൊക്കെ അറിയാം പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണ്ട എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ഇവിടെ ഗാന്ധിജി ഹി വാസ് നോട്ട് അഗെയിൻസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ബട്ട് ഹി ഒപ്പോസ് എ യൂസ് ഓഫ് പ്രോപ്പർട്ടി ആസ് എ മീൻസ് ഫോർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. പക്ഷേ ഈ പ്രോപ്പർട്ടി, ഈ സ്വത്തുകളെല്ലാം കൈവശം വെച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിന് എതിരായിരുന്നു ഗാന്ധിജി. അതിന് അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചു, ട്രസ്റ്റിഷിപ്പ്. The rich man will be left in possession of his wealth, of which he will use what he reasonably requires for his personal needs, and will act as a trustee for the remainder to be used for society. അതായത് ഒരു റിച്ച് പേഴ്സൺ ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ ഒരു സംരക്ഷകൻ എന്ന രീതിയിൽ മാത്രമേ ഒരു റിച്ച് പേഴ്സൺ ആ സ്വത്ത് കാണാമുള്ളൂ. മാത്രവുമല്ല, ആ സ്വത്തിൽ ആ സ്ഥലത്തിൽ ഓരോ ഭാഗവും പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ, അവിടെ നിന്നും കിട്ടുന്ന ലാഭം അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യണം. റിച്ച് പേഴ്സൺ ഒരു ട്രസ്റ്റിയായി, ആ സ്വത്തിൻ്റെ ഉടമയായിട്ടല്ല, ആ സ്വത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് മാത്രം കാണണം എന്നുള്ള ഗാന്ധിജിയുടെ കോൺസെപ്റ്റാണ് ട്രസ്റ്റിഷിപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പം ആ ആൾ മരിച്ചു പോകുമ്പോൾ ആ സ്വത്ത് ആർക്ക് പോകും? ആ ആളുടെ മകന് പോകത്തില്ല. He did not believe in inherited wealth, for he was of the view that a trustee has no heir but the public. മരിച്ചു പോയാൽ അത് മൊത്തത്തിൽ ആർക്ക് പോവുകയാണ്? ആ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ വില്ലേജിൻ്റെ സ്വന്തമാകും. അതവിടെ വീണ്ടും പഴയതുപോലെ ആൾക്കാർക്ക് ഓരോ ഭാഗത്തും കൃഷി ചെയ്ത് അവരുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. കാരണം പെട്ടെന്ന് പറഞ്ഞാൽ റിച്ച് പേഴ്സൺസ് ഇങ്ങനെ സമ്മതിക്കില്ലാത്തത് കൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് വേ ആയി പ്രപ്പോസ് ചെയ്തതാണ് അദ്ദേഹം ട്രസ്റ്റിഷിപ്പ് തിയറി. കാരണം കമ്പൽഷന് എതിരാണല്ലോ ഗാന്ധിജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സിബിൾ ഡിസ്പോസിഷൻ ഓഫ് വെൽത്ത് വേണ്ട, പകരം ഇത്തരത്തിൽ പ്രോപ്പർട്ടി ഹോൾഡേഴ്സിനെ ട്രസ്റ്റിയാക്കി മാറ്റുക എന്നതായിരുന്നു ഗാന്ധിജി കണക്കാക്കിയിരുന്നത്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, പ്രോപ്പർട്ടി ഹോൾഡേഴ്സ് വെദർ ദി ആർ ലാൻഡ് ലോഡ് ഓർ ക്യാപിറ്റലിസ്റ്റ്, ജന്മി ആയിക്കൊള്ളട്ടെ, ഒരു ഇൻഡസ്ട്രിയുടെ ഓണർ ആയിക്കൊള്ളട്ടെ, ക്യാപിറ്റലിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ദേ ഷുഡ് കൺസിഡർ ദെയർ പ്രോപ്പർട്ടി ആസ് എ സോഷ്യൽ ട്രസ്റ്റ്. ദേ ഷുഡ് യൂസ് ഇറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. എന്നിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് അല്ല, റീസണബിൾ റേറ്റ് ഓഫ് ഏർണിംഗ് മാത്രമേ ആ ട്രസ്റ്റിയും എടുക്കാൻ പാടുള്ളൂ. ഇനി ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഈ ലാൻഡ് ലോഡ്സും ക്യാപിറ്റലിസ്റ്റുകളും ഒന്നും ഇത് സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം? ഗാന്ധിയൻ ടെക്നിക്കായ നോൺ കോപ്പറേഷനും ഒക്കെ യൂസ് ചെയ്ത് സമ്മതിക്കണം എന്നാണ് ഗാന്ധിജി, അങ്ങനെ സമരം ചെയ്ത് സമ്മതിപ്പിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം പ്രിഫർ ചെയ്തിരുന്നത്. അത് ആ തിയറി അങ്ങനെ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്ത ഒരു തിയറി അല്ല. പക്ഷെ ഒരു ഐഡിയൽ സൊസൈറ്റി ഉണ്ടായാൽ ട്രസ്റ്റിഷിപ്പ് തിയറി വർക്ക് ചെയ്യും എന്നാണ് ഗാന്ധിജി ബിലീവ് ചെയ്തിരുന്നത്. ട്രസ്റ്റിഷിപ്പ് പക്ഷേ മീനിങ് എന്താണ്? ദ റിച്ച് വിൽ ആക്ട് ആസ് എ ട്രസ്റ്റി ടു ദെയർ പ്രോപ്പർട്ടി. They will only take a reasonable earnings from that industry or that property, and the rest of the item will be given to the whole members in the society. If the landlords or capitalists failed to accept this new principle, then the weapon of non-violent non-cooperation can be used against them. എന്ത് യൂസ് ചെയ്യാം? നോൺ കോപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രസ്റ്റിഷിപ്പ് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിച്ച് പീപ്പിൾ ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദെയർ പ്രോപ്പർട്ടി ഓർ എ ഗാർഡിയൻ ഓഫ് ദെയർ പ്രോപ്പർട്ടി. അവിടെ ഇൻഹെറിറ്റൻസ് ഇല്ല. പിന്നീട് ഒരാൾ മരിച്ചാൽ മകനോ മകൾക്കോ കിട്ടുന്ന ആ ഇൻഹെറിറ്റൻസും ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറിയിൽ ഇല്ല.
അടുത്തത് ഡീസെൻട്രലൈസ്ഡ് എക്കോണമി. നമ്മൾക്ക് അറിയാവുന്ന ഒന്നാണ് ഡീസെൻട്രലൈസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്ത് ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമിയാണ് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജി സെൻട്രലൈസ്ഡ് എക്കോണമിക്ക് എതിരാണെന്നറിയാം. അവിടെ എക്സ്പ്ലോയിറ്റേഷൻ കൂടുതൽ ആണ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സെൻട്രലൈസ്ഡ് എക്കോണമിയിൽ ധാരാളം റോ മെറ്റീരിയൽസ് വില്ലേജുകളിൽ നിന്നും കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ റിസോഴ്സസിൻ്റെ കുറവുകൾ വരികയും ചെയ്യും എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹി ബിലീവ്ഡ് ഇൻ കംപ്ലീറ്റ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. ഈച്ച് വില്ലേജ് ഷുഡ് ബി എ സെൽഫ് സഫിഷ്യൻറ്റ് എക്കണോമിക് യൂണിറ്റ്. ഓരോ വില്ലേജും എന്തായിരിക്കണം? ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയ എക്കണോമിക് യൂണിറ്റ് ആയിരിക്കണം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും കുടൽ വ്യവസായങ്ങളാണ് അവിടെ വേണ്ടത്. ഖാദി ഇൻഡസ്ട്രിയുമാണ് അവിടെ വേണ്ടത്. അത്രയും മൂവ്മെൻറ്റിലൂടെ ഹി വാസ് എഗെയിൻസ്റ്റ് മെക്കനൈസ്ഡ് ഫാമിംഗ്. മെഷീൻസുകൾക്ക് എതിരാണ് അദ്ദേഹം. ലാർജ് സ്കെയിൽ ഫാമിങ്ങിനും എതിരായിരുന്നു. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷനും എതിരായിരുന്നു. ഹി വാസ് ഇൻ ഫേവർ ഓഫ് പേഴ്സണൽ ഇൻറ്റൻസീവ് ഫാമിംഗ് ഓൺ എ സ്മോൾ സ്കെയിൽ. പേഴ്സണൽ ഇൻറ്റൻസീവ് ഫാമിംഗ്, ഒറ്റയ്ക്ക് കുറച്ച് പേർ ചേർന്ന് ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹി വാണ്ട് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ ആൻഡ് കാറ്റൽ പവർ ഫ്രം ദ കോമ്പറ്റീഷൻ ഓഫ് മെഷീൻസ്. മെഷീൻ മെയ്ഡ് ഫാമിങ്ങിനെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. കംപ്ലീറ്റ്ലി ഒരു വില്ലേജസിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വില്ലേജ് സെൽഫ് സഫിഷ്യൻ്റ് ആയി പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഗാന്ധിജി ഡീസെൻട്രലൈസ്ഡ് എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഫേവേർഡ് കംപ്ലീറ്റ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. ഈച്ച് വില്ലേജ് ഷുഡ് ബി എ സെൽഫ് സഫിഷ്യൻറ്റ് എക്കണോമിക് യൂണിറ്റ് ആൻഡ് ഹി വാസ് എ സപ്പോർട്ടർ ഓഫ് സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. He also gave high priority to khadi industry. Through all these industries, he believed that all the needs of the people can be fulfilled. ഇതിനൊക്കെ വേണ്ടിയാണ് അദ്ദേഹം സ്വദേശി മൂവ്മെൻറ്റൊക്കെ ഫ്രീഡം ടൈമിൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. ഹി വാസ് എഗെയിൻസ്റ്റ് മെക്കനൈസ്ഡ് ഫാമിംഗ്. മെക്കനൈസ്ഡ് ഫാമിങ്ങിനും മെക്കനൈസ്ഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ അദ്ദേഹം എതിരായിരുന്നു. ഹി ഫേവേഴ്സ് ഫോർ എ ഡീസെൻട്രലൈസ്ഡ് എക്കോണമി. ഡീസെൻട്രലൈസ്ഡ് എക്കോണമിയാണ് അദ്ദേഹം ഫേവർ ചെയ്തിരുന്നത്. ഇത്രയും കൊണ്ട് ഗാന്ധിസം കംപ്ലീറ്റ് ആകുന്നു. ഗാന്ധിയുടെ മുഴുവൻ ഐഡിയാസും എല്ലാവരും വായിച്ചു നോക്കണം. ഓക്കെ.